അതേ നോക്കിയേ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ? ഇന്ന് രണ്ട് തരമാണ് ഉണ്ടാക്കുന്നത്, അതും ഒരേ സാധനം വെച്ചിട്ട്, നമ്മളെ മധുരക്കിഴങ്ങ് വെച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങി മധുരക്കിഴങ്ങൊക്കെ പറിച്ച് നല്ല രീതിയിൽ ഇനി നമുക്ക് മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കാം. മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ മണ്ണൊക്കെ നല്ല രീതിയിൽ പോക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, കുടുക്കയിൽ വെള്ളം വെച്ചു, വെള്ളം നല്ല രീതിയിൽ ചൂടാകുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്ന് എനിക്കറിയില്ല. ഇവിടെ മധുരക്കിഴങ്ങ് എന്നാണ്. അപ്പം കുറച്ച് നേരം വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്താക്കാം, ഉപ്പിട്ട് കൊടുക്കുക. ദൗക്കിക്ക് മധുരക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇറക്കിയാലോ? മധുരക്കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ മേലെയുള്ള തൊലിയൊക്കെ നമുക്കിങ്ങ് പറിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ട് തൊലി എടുക്കലില്ലേ ബാജിക്കറിക്കൊക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ തൊലിയും പറിച്ചിതുപോലെ എടുത്തിട്ട് കുറച്ച് ഇതുപോലെ മുറിച്ച് വയ്ക്കുക കേട്ടോ. ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ കുറച്ച് ഞാൻ മാറ്റിയെടുത്ത് വെച്ചു, കുറച്ച് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, പകുതി എടുത്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കൈവച്ച് പറ്റാത്തവർ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, ഇതുപോലെ തന്നെ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഇത് മിക്സിയിലൊന്നും കൊണ്ടുപോയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കണേ. മിക്സിയിലൊക്കെ കൊണ്ടുപോയി അടിച്ചെടുത്താൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോവും, അത് വേണ്ട. അപ്പം നമുക്ക് ഇതുപോലെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം ഇങ്ങനെ പൊടിക്കുന്ന കണ്ടിട്ട് എന്തായിരിക്കുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സാധനങ്ങളും കൂടി പറയാം. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം വേണ്ടത് 1/4 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ചത്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മളെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചത് കേട്ടോ. എന്നിട്ട് ഗരം മസാല നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മധുരക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളകും പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളക്, നമ്മളെ കറിവേപ്പിലും ചെറുതായി മുറിച്ചത്, മല്ലിയില ചെറുതായത് മുറിച്ചത് ഒക്കെ നമുക്ക് എന്താക്കാമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എടുത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന, അതായത് പൊടിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പം മധുരക്കിഴങ്ങിന് ചെറിയ രീതിയിൽ മധുരം ഉണ്ടാവും. അപ്പം നമുക്ക് എന്താവുക, അത് മധുരം കുറച്ച് കുറഞ്ഞ് നിൽക്കാം. കുറേയൊന്നും മധുരം ഉണ്ടാവില്ല, ഒരു ഇളം മധുരമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം മധുരമൊക്കെ കുറഞ്ഞ് നിൽക്കാനാണ് നമ്മൾ കുരുമുളക് പൊടിയും മുളകൊക്കെ കൂടി അതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കേട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ബോളാക്കിയാലോ. അപ്പം കയ്യിലേക്ക് കുറച്ചെടുത്ത ശേഷം നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോളാക്കുക. കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞു ബോളല്ല, നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ കേട്ടോ. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കുക. ഇതിൻ്റെ എന്താ പറയുക, ഇത് ബോളാക്കാണ്ട് നമുക്ക് കട്ട്ലേറ്റ് രൂപത്തിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാട്ടോ, അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് വേറെ എവിടെ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല, എൻ്റെ ഇത്താത്താൻ്റെ റെസിപ്പിയാണ്. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇത്താത്ത ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ, വേറെ എവിടെ നിന്നും ഇത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം നോമ്പൊക്കെയായി, അധിക പേര് നോമ്പൊക്കെ എടുക്കുന്നവരുണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പകൽ നല്ല വെയിലാണ്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ടുള്ളവർ അത്താഴത്തിന് എണീക്കുമ്പോൾ നോമ്പ് തുറന്ന ശേഷവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അത് തണുത്തതൊന്നും കഴിക്കാണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക കേട്ടോ. തണുത്തതൊന്നും ഓവർ കഴിക്കരുത്. അപ്പം എല്ലാവരും വെള്ളം നന്നായിട്ട് കഴിക്കുക. പിന്നെ ഞങ്ങൾ ഭക്ഷണം സ്വതുവേ കുറവായിരിക്കും, ഒരു സ്നാക്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ വല്ല ദോശയോ പത്തിലോ അങ്ങനെ എന്തെങ്കിലും. ഒരുപാട് കടികളൊന്നും ഉണ്ടാക്കാറില്ല, അത്താഴത്തിനും കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മളെ കോൺഫ്ലവർ ആട്ടോ ഇതെടുത്തിരിക്കുന്നത്. ഞാൻ കട്ട്ലേറ്റ് ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, ഞാൻ അതിനൊന്നും എന്താ പറയുക മുട്ട ചേർക്കാറില്ല, കോൺഫ്ലവറിലാണ് ചെയ്യാറ് കേട്ടോ. അപ്പം അധിക പേരും ചിലവർ പിന്നെ മുട്ടയിലല്ല ചെയ്യുക, ഞാൻ അങ്ങനെ മുട്ട യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ കോൺഫ്ലവർ, ഈ മഞ്ഞപ്പൊടിയും ഉപ്പും ഇല്ലെങ്കിൽ വെറും കോൺഫ്ലവർ കലക്കി വെച്ചാലും മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റസ്ക് ആട്ടോ. റസ്ക് നമുക്ക് മിക്സിയിൽ എന്താക്കുക, പൊടിച്ചെടുക്കാം. ഇത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല, ഞാനിന്ന് റസ്ക് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കോൺഫ്ലവറും ഉപ്പും കൂടി കലക്കിയതിലേക്ക് ഈ ഉരുട്ടി വെച്ച് നമ്മളെ മധുരക്കിഴങ്ങിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ റസ്ക് പൊടിയിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മേലെ റസ്ക് പൊടി പൊടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. റസ്ക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡാണെങ്കിൽ ബ്രെഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ റസ്ക് പൊടി ഇന്ന് റസ്ക് ഉണ്ടായോ, അതുകൊണ്ട് റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. റസ്ക് പൊടിക്ക് പകരം ഞാൻ എടുത്ത് പറയാണ്, നിങ്ങളെ വീട്ടിൽ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫ്ലവർ വേണ്ടെങ്കിൽ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ അടിച്ച ശേഷം അതിലേക്ക് മുക്കിയിട്ട് ബ്രെഡിലേക്ക് ഇട്ട് കൊടുത്താൽ, അല്ല റസ്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാം ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് പാം ഓയിൽ യൂസ് ചെയ്യുക. ഞാൻ സ്നാക്സിനധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റല്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ വെളിച്ചെണ്ണേൻ്റെ വില കേൾക്കുമ്പം വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കാനും മടിയായിരിക്കും. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ കുറേ വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പം നമുക്കിത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുറച്ച് നമ്മൾ എന്താ പറയുക, സോസും കൂടി ഉണ്ടെങ്കിൽ, സോസ് ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് കട്ട്ലേറ്റ് ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ. അതിന് കുറച്ച് ചിക്കനൊക്കെ വേണം. അതിൻ്റെ റെസിപ്പി പിന്നെ ഇടാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിലായിട്ടുണ്ട്, പൊട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്താക്കാം, ബാക്കിയും കൂടി പൊരിച്ചെടുക്കണ്ടേ. അപ്പം ബാക്കിയും കൂടി പൊരിച്ചെടുക്കുക. പിന്നെ നോമ്പൊക്കെ ആയല്ലോ എല്ലാവർക്കും. ഇനിയിപ്പോൾ എല്ലാവർക്കും തിരക്കായിരിക്കും, വൈകുന്നേരമായിരിക്കും വീട്ടിലെല്ലാ പണിയുമൊക്കെ അല്ലേ. അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കണ്ടോ, നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് പൊളിച്ചും കൂടി കാണിച്ചു തരാം. അല്ലാതെ ഇത് കണ്ടോ, ഞാനിപ്പോൾ കുറച്ച് കഴിച്ചു, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് എന്താണെന്നും കൂടി നോക്കണ്ടേ. ഞാൻ പറഞ്ഞു 2 റെസിപ്പി ഉണ്ട്. അടിപൊളിയല്ലേ കാണാൻ പോലെ, കഴിക്കാനും അടിപൊളിയാണ്. അപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് മക്കളെ, ഒരു 5 പച്ചമുളകും ഒരു 5-6 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും മിക്സിയിലൊന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചതച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ എന്താക്കുക, ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പം നമുക്ക് എന്താക്കുക, ഒരു 2ഓളം വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിൽ എന്താക്കണം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇത് വറവിടേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മധുരക്കിഴങ്ങ് 2 രീതിയിലുള്ള റെസിപ്പിയാണ്, 2 അടിപൊളിയാണ്. അപ്പം ഇതാ ഞാനിതിലേക്ക് മധുരക്കിഴങ്ങ് ഇതുപോലെ ഇട്ടത്. നമ്മൾ കപ്പയൊക്കെ വറവിട്ടെടുക്കൂല, അതുപോലെ തന്നെ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം മധുരക്കിഴങ്ങിന് കുറച്ചൊരു ചെറിയ മധുരമുണ്ട്. ഈ മധുരം എരിവൊക്കെ കൂടി ആകുമ്പം നല്ല അടിപൊളിയാണ്. കൂടെ ഒരു കട്ടൻ ചായ മക്കളെ പൊടിയാട്ടോ. അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇതായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നോമ്പും തിരക്കുകളൊക്കെ ആയി, എന്നാലും വീഡിയോ കൊണ്ട് പെട്ടെന്ന് തന്നെ വരും. കാരണം ഞാൻ അധികം സ്നാക്സ് വീഡിയോ ഒക്കെ എടുക്കാണ്ടിരിക്കൂലല്ലോ, വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ശരി കേട്ടോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടേനേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ബായ്.